രാവിലെ തന്നെ ത്രിലോകനും ശിവയ്ക്കും ബാങ്കിൽ പോവേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ടൗണിലേക്ക് പോയതാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ രാവിലത്തെ പണികളെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് ശ്രുതി അവളുടെ തറവാടൊക്കെ ഒന്ന് വൃത്തിയാക്കുകയായിരുന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടത്. ഇവർ ഇത്ര വേഗം വന്നു? പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ശ്രുതി പോയി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. എന്നാൽ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവളുടെ ശരീരത്തിൽ പേടികൊണ്ട് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഭൈരവ്? ആഹാ, അപ്പോൾ ഈ ഭൈരവിനെ നീ മറന്നിട്ടില്ല അല്ലേ എൻ്റെ ശ്രുതി? ശ്രുതിയെ അടിമുടി ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഭൈരവ് തറവാടിന്റെ അകത്തേക്ക് കയറിക്കൊണ്ട് ശ്രുതിയോടായി പറഞ്ഞു. ഭയമുണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ ശ്രുതി ഭൈരവിനോടായി ചോദിച്ചു, എന്താ ഭൈരവ് ഇവിടെ? എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക്. വെറുപ്പോടെ മുഖം തിരിച്ചുകൊണ്ട് ശ്രുതി ഭൈരവിനോടായി പറഞ്ഞു. ഒന്നുമില്ല എന്നാണോ അതോ താല്പര്യമില്ല എന്നാണോ? ഭൈരവ് അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. ഭൈരവിന്റെ ഈ ചോദ്യം ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, താല്പര്യമില്ല, അത്ര തന്നെ. വേഗം ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. ത്രിലോക് ഇപ്പോൾ വരും, വന്നു കഴിഞ്ഞാൽ അറിയാലോ ത്രിലോകിനെ ശരിക്കും. വിരൽ ചൂണ്ടിക്കൊണ്ട് ശ്രുതി ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് ഭൈരവിനോടായി പറഞ്ഞു. ഒരു നിമിഷം ഭൈരവിന്റെ കയ്യിൽ നിന്നും കിട്ടിയ അടിയിൽ ശ്രുതി തെറിച്ച് നിലത്തേക്ക് വീണുപോയി. ചിപ്പന്ന മോളെ, എന്റെ നേർക്ക് കൈവിരൽ ചൂണ്ടുവാൻ മാത്രം ആയോടി നീ? ഇവിടെ ഈ ഭൈരവിന്റെ കാൽച്ചുവട്ടിൽ കിടക്കണം നീ എപ്പോഴും. അല്ലാതെ എന്റെ നേർക്ക് സംസാരിക്കാൻ ഒരുങ്ങിയാലുണ്ടല്ലോ വെട്ടി നുറുക്കി എന്റെ പട്ടിക്കിട്ട് കൊടുക്കും നിന്നെ ഞാൻ. ഈ ഭൈരവ് നിന്റെ ഈ നാട്ടിൽ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ്. കൊണ്ടുപോയിരിക്കും ഇന്ന് തന്നെ നിന്നെ ഞാൻ. വാടി ഇവിടെ. അതും പറഞ്ഞ് ഭൈരവ് ബലമായി ശ്രുതിയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും ആ സമയം തന്നെയാണ് മാളവികയും അവൾക്ക് പിറകെ അനിയും അകത്തേക്ക് കയറി വന്നത്. അനിയെ കണ്ടതും ശ്രുതിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൾ ഭൈരവ് മുറുകെ പിടിച്ചിരുന്നത് അവളുടെ കൈകളെ ബലമായി വിടുവിപ്പിച്ചുകൊണ്ട് അനിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, അനിയേട്ടാ, എന്നെ രക്ഷിക്ക്, ഇയാൾ എന്നെ കൊണ്ടുപോകും. ത്രിലോകിനെ ഒന്ന് വിളിക്കുമോ പ്ലീസ്? കരഞ്ഞുകൊണ്ട് ശ്രുതി അനിയോടായി പറഞ്ഞു. ശ്രുതി അനിയോട് പറഞ്ഞു കഴിഞ്ഞതും ആ സമയം തന്നെ അനി അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഒരു നിമിഷം അനിയുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടതും ശ്രുതി ആകെ വല്ലാതെയായി. നീ എന്താ ശ്രുതി ഇത്രയും മണ്ടിയായിപ്പോയോ? ദേ, ഈ നിൽക്കുന്ന എന്റെ മാളു, അവൾ ഒരാഗ്രഹം പറഞ്ഞാൽ ഏട്ടൻ എന്ന നിലയ്ക്ക് ഞാൻ അത് സാധിച്ചു കൊടുക്കണ്ടേ? പിന്നെ എനിക്ക് ഒരാഗ്രഹമുണ്ട്, അത് ത്രിലോകിന്റെ സ്വത്തുക്കളെല്ലാം ദാ ഈ കൈകളിൽ ഇങ്ങനെ അടക്കി പിടിച്ച് അനുഭവിക്കണമെന്ന്. ഒരു ഭ്രാന്തന്റെ ചേഷ്ടകളോടെ ശ്രുതിയെ നോക്കി സംസാരിക്കുന്ന അനിയെ കണ്ട് ശ്രുതിക്ക് വല്ലാത്ത ഭയം തോന്നി. അനിക്ക് സ്വന്തമെന്ന് പറയാൻ ദോ ആ നിൽക്കുന്ന ഒരേ ഒരു അനിയത്തിയേ ഉള്ളൂ. അവളെക്കാളേറെ ഈ ലോകത്ത് ആർക്കും അനി ഒരു പ്രാധാന്യവും നൽകുന്നില്ല. പിന്നെയാണ് എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന നീ. അനി ശ്രുതിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അനിയേട്ടാ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ശ്രുതി വല്ലാത്തൊരു തരിപ്പിൽ അവനോട് ചോദിച്ചു. കൂടുതൽ പറയാൻ ഒന്നുമില്ല. അതായത് ഈ അനിരുദ്ധ് എന്ന ഞാൻ നല്ല പുള്ളി ഒന്നുമല്ല. നിനക്കറിയുമോ, അന്ന് ഹൈവേ വെച്ച് ഗുണ്ടകളെ ഇറക്കിയത് ഞാൻ തന്നെയാണ്. ജസ്റ്റ് മിസ്. ശരിക്കും തീരേണ്ടതായിരുന്നു ത്രിലോകും നീയും ആ ശിവ എന്ന് പറയുന്നവനും എല്ലാം. പക്ഷെ എന്റെ കാൽക്കുലേഷൻ എവിടെയോ പാളിപ്പോയി. പക്ഷെ ഇപ്രാവശ്യം അതുണ്ടാകില്ല. വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നത് തന്നെ. നിന്നെ കൊല്ലുക, എന്റെ അനിയത്തിക്ക് ത്രിലോകിനെ നേടിക്കൊടുക്കുക, അതാണ് ഈ അനിയുടെ ലക്ഷ്യം. ഒപ്പം അവന്റെ സ്വത്തുക്കളും. വന്യതയാർന്ന മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഇവരിൽ നിന്നും ഒരു രക്ഷയില്ല എന്ന് ശ്രുതി ആ സമയം മനസ്സിലാക്കി. എല്ലാം കേട്ടുകൊണ്ട് കൈകൾ പിണച്ചു കെട്ടിക്കൊണ്ട് മാളവിക ഒരു സൈഡിലായി നിൽക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ശ്രുതിക്ക് പേടി തോന്നി. കാരണം അവളുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു. ശ്രുതിയെ നോക്കിക്കൊണ്ട് തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ മാളവിക അവളുടെ അടുത്തേക്ക് ചെന്നു. മാളവിക, ഞാൻ. അടുത്ത നിമിഷം മാളവികയുടെ കൈകൾ അവളുടെ കരണത്ത് പതിഞ്ഞു. മാളവിക തന്റെ ദേഷ്യം തീരും വരെ ശ്രുതിയുടെ ഇരു കവിളിലുമായി മാറി മാറി അടിച്ചു. ശ്രുതിക്ക് തന്റെ തല പെരുക്കുന്നത് പോലെ തോന്നി. ആ! മാളവിക ശ്രുതിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചതും അവൾ അറിയാതെ വേദന കൊണ്ട് അലറിക്കരഞ്ഞുപോയി. ഇതിലും ഉച്ചത്തിലാടി ഞാൻ അലറിക്കരഞ്ഞത്. നിന്റെ ഭർത്താവെന്ന് പറയുന്ന എന്റെ ത്രിലോക് എന്റെ കവിളിൽ ഇതുപോലെ മാറി മാറി അടിച്ചപ്പോൾ അന്ന് നീ ഇതുപോലെ നോക്കി നിന്നില്ലേ? ഇതാണ് പറയുന്നത് ദൈവം ഉണ്ടെന്ന്. കണ്ടില്ലേ ഇപ്പോൾ എന്റെ കയ്യിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുന്ന നിന്നെ? കൊല്ലാക്കൊല ചെയ്യും നിന്നെ ഞാൻ. ത്രിലോക് എന്റെ ശരീരത്തിൽ അടിച്ച ഓരോ അടിക്കും നിന്നെ കൊണ്ട് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് മാളവിക എന്നല്ല. കൊണ്ടുപോ ഭൈരവ് ഇവളെ ഇവിടെ നിന്നും. ഇനി ഒരിക്കലും ഈ നാട്ടിലോ എന്റെ ത്രിലോകിന്റെ ജീവിതത്തിലേക്കോ ഇവൾ കടന്നു വരാൻ പാടില്ല. അത്രയും പറഞ്ഞ് മാളവിക ശ്രുതിയെ ഭൈരവിന്റെ അടുക്കലേക്ക് ഒരൊറ്റ തള്ളായിരുന്നു. തന്റെ ഇരു കൈകളും വിടർത്തി ഭൈരവ് ശ്രുതിയെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി. വിടാനല്ലേ പറഞ്ഞത്? അവന്റെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് ശ്രുതി ഭൈരവിനോടായി പറഞ്ഞു. പക്ഷെ അവന്റെ ബലത്തിന് മുന്നിൽ ശ്രുതിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലായിരുന്നു. തന്റെ മരണം അടുത്തു, അല്ലെങ്കിൽ തന്റെ ജീവിതം ഇവിടെ തീരുകയാണെന്ന് സത്യം ആ നിമിഷം ശ്രുതി മനസ്സിലാക്കുകയായിരുന്നു. എങ്കിലും തോറ്റുകൊടുക്കുവാൻ ശ്രുതി തയ്യാറല്ലായിരുന്നു. ഈ സമയം തന്റെ കൈക്കുള്ളിൽ ശ്രുതിയെ ഒതുക്കി നിർത്തിക്കൊണ്ട് തന്നെ ഭൈരവ് മാളവികയോടും അനിയോടും ഇവിടെ നിന്ന് പുറത്തു കിടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഭൈരവിന്റെ കൈകളുടെ പിടുത്തത്തിന്റെ ബലമൊന്ന് കുറഞ്ഞുവെന്ന് കണ്ടതും ശ്രുതി ഭൈരവിനെ ഒരൊറ്റ തള്ളായിരുന്നു.
ബാലൻസ് കിട്ടാതെ വേച്ച് നിലത്തേക്ക് വീണ ഭൈരവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രുതി പുറത്തേക്കിറങ്ങി ഓടി. എടി നിൽക്കടി അവിടെ. അനി, മാളവിക, പിടിക്കവളെ, ഭൈരവ് ഇരുവരോടുമായി അലറിക്കൊണ്ട് പറഞ്ഞു. 3 പേരും പുറത്തേക്കിറങ്ങി ശ്രുതിയെ നോക്കുവാൻ ഒരുങ്ങുമ്പോഴത്തേക്കാണ് മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയെ വകവെക്കാതെ ശ്രുതി റോഡിലേക്ക് ഇറങ്ങി ഓടി. അവൾക്ക് പിറകെയായിട്ട് മാളവികയും അനിയും ഭൈരവും അവളെ പിന്തുടർന്നു. പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ ഓടുകയാണ്. ഏതു നിമിഷം വേണമെങ്കിലും താൻ അവരുടെ കയ്യിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം അവളെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു. ത്രിലോകിന്റെ മുഖം മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നതും ശ്രുതി ആകെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. പിറകിലേക്ക് നോക്കി ഓടുന്നതിനിടയിൽ പെട്ടെന്ന് മുന്നോട്ടേക്ക് നോക്കിയ ശ്രുതിയെ പെട്ടെന്നാണ് ഒരു കാർ വന്ന് ഇടിച്ചു തെറിപ്പിച്ചത്. ഈ സമയം മറു സൈഡിൽ നിന്നും വരുന്ന കാറിന്റെ ഗ്ലാസിന്റെ മുകളിലേക്ക് ശ്രുതി ഇടിച്ചു വീണു. തന്റെ കാറിന്റെ മുകളിലായി എന്തോ ഒന്ന് വന്ന് വീണതുപോലെ തോന്നിയ ത്രിലോക് ബ്രേക്ക് ചവിട്ടി കാർ നിർത്തി. ആ സമയം അവന്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നുണ്ടായിരുന്നു. മഴയെപ്പോലും വകവെക്കാതെ ശിവയും ത്രിലോകും കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി നോക്കിയതും കാണുന്നത് ഒരു പെൺകുട്ടി കാറിന്റെ ഗ്ലാസിന്റെ മേളിലേക്ക് കിടക്കുന്നതാണ്. എന്തോ ഒരു ഉൾപ്രേരണയെ വിറയ്ക്കുന്ന കൈകളോടെ ആ കുട്ടിയെ മലർത്തി കിടത്തിയതും ഒരു നിമിഷം ത്രിലോക് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. മഴത്തുള്ളികൾ ശ്രുതിയുടെ മുഖത്തായി വന്ന് തട്ടിത്തെറിച്ചു പോയതും അത്രയും നേരം മുഖത്തുണ്ടായിരുന്ന രക്തം ഒഴുകിയിറങ്ങുമ്പോൾ ത്രിലോക് മനസ്സിലാക്കി അത് തന്റെ ശ്രുതിയാണെന്ന്. ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്ന് ത്രിലോക് നിന്നുപോയി. നോ, ശ്രുതി! ഭൂമി പൊട്ടുമാർ ഉച്ചത്തിൽ ത്രിലോകിന്റെ ശബ്ദം അവിടെ മുഴുവനും പ്രകമ്പനം കൊള്ളിച്ചു. ചിയേഴ്സ്! കയ്യിലുണ്ടായിരുന്ന മദ്യം കുടിച്ചിറക്കുമ്പോൾ 3 പേരുടെയും ചുണ്ടിൽ എല്ലാം വെട്ടിപ്പിടിച്ചതിന്റെ സന്തോഷം കാണാമായിരുന്നു. അങ്ങനെ എന്നേക്കുമായി ശ്രുതി എന്ന അദ്ദേഹം തീർന്നിരിക്കുന്നു. മാളവിക ഒരു വിജയച്ചിരി ചിരിച്ചുകൊണ്ട് മുറുകിയ മുഖത്തോടെ അനിയെയും ഭൈരവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, ഇനി ത്രിലോകിനെ എങ്ങനെ മയക്കിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവനെ കൂടി നമ്മുടെ വരുതിയിലാക്കിയാൽ പിന്നെ അവന്റെ സ്വത്തുക്കളെല്ലാം നമ്മുടെ കൈകളിൽ ഭദ്രമായിരിക്കും. സന്തോഷത്തോടെ തിളങ്ങുന്ന കണ്ണുകളോടെ അനി 2 പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അനിയുടെ സന്തോഷത്തോടെയുള്ള വാക്കുകൾക്ക് ഭൈരവ് ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. അവന്റെ മൗനം കണ്ടതും മാളവിക അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ ഭൈരവ്? നത്തിങ് യാ. ആക്ച്വലി ശ്രുതിയെ എന്റെ കാൽച്ചുവട്ടിലിട്ട് മെതിക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവളിപ്പോൾ മരണം പുൽകിയില്ലേ? ആ ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തുള്ള ഒരു വിഷമം മാത്രമാണ് എനിക്കുള്ളത്. അത്രയും പറഞ്ഞ് തന്റെ കയ്യിലുള്ള ഡ്രിങ്ക്സ് മുഴുവനായി കുടിച്ചു തീർത്തു ഭൈരവ്. ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? അവൾ പോയാലെന്താ? ത്രിലോക് വഴി നമുക്കിനി എങ്ങനെ അവന്റെ സ്വത്തുക്കൾ നേടാമെന്ന കാര്യം ആലോചിച്ച് നോക്ക്. അപ്പോൾ നിനക്ക് നിന്റെ വിഷമമൊക്കെ മാറിക്കിട്ടും. മാളവിക സന്തോഷത്തോടെ പറഞ്ഞതും ഭൈരവിന്റെ മുഖം അല്പം തെളിഞ്ഞു. അപ്പോൾ എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? ശ്രുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ ഒരു ടീമിനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. മിക്കവാറും അവൾ തട്ടിപ്പോകുവാനാണ് സാധ്യത. എങ്കിലും നേരിട്ട് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ശ്രുതിയെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് 2 പേരോടുമായി പറഞ്ഞു അനി. ഈ സമയം ഐസിയുവിന്റെ മുന്നിൽ എല്ലാം തകർന്നവനെ പോലെ ഇരിക്കുന്ന ത്രിലോകിനെ കാണുന്തോറും ശിവ വല്ലാത്തൊരവസ്ഥയിലായി. കാരണം തന്റെ ത്രിലോകിന്റെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ ശ്രുതി പതിഞ്ഞിട്ടുണ്ടെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ത്രിലോകിന്റെ അവസ്ഥ അത് ആലോചിക്കും തോറും വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു ശിവയ്ക്ക്. ഐസുവിന്റെ മുന്നിലിരിക്കുമ്പോൾ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ശിവ ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടി കേണപേക്ഷിച്ചു. കാരണം ശ്രുതിയില്ലെങ്കിൽ ത്രിലോകിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ശിവയ്ക്ക് നല്ലോണം അറിയാം. ഓരോ മിനിറ്റും ഓരോ യുഗം പോലെയാണ് പോയത്. ഇത്രയും നേരമായിട്ടും ത്രിലോക് ഒന്ന് സംസാരിക്കുകയോ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുകയോ ചെയ്തിട്ടില്ല. ഒരുമാതിരി ശൂന്യതയിൽ അകപ്പെട്ട പോലെ അതേ ഇരുത്തം. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഐസുവിന്റെ അകത്തു നിന്നും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. അവരെ കണ്ടതും ഓടിച്ചെന്ന് ഡോക്ടറോട് ചോദിച്ചു ത്രിലോക്, ഡോക്ടർ, എന്റെ ശ്രുതി. മിസ്റ്റർ ത്രിലോക്, ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല. പേഷ്യന്റിന്റെ തലയ്ക്ക് സാരമായി പരിക്കുണ്ട്. ഇന്റേണൽ ബ്ലീഡിംഗ് ഇതുവരെ ഇല്ല. പക്ഷെ 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കട്ടെ. പിന്നെ കൈയും കാലിനും ഫ്രാക്ചർ ഉണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കൂ. അത്രയും പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി പോകുവാൻ ഒരുങ്ങിയതും ത്രിലോക് അദ്ദേഹത്തെ പിറകിൽ നിന്ന് വിളിച്ചു. ഡോക്ടർ, എനിക്കൊന്ന് കാണുവാൻ. ശരിക്കും ആരെയും കയറ്റാൻ പാടില്ല. എങ്കിലും സാരമില്ല, നിങ്ങൾ കയറി കണ്ടോളൂ. അതിനു മുന്നേ ഈ രക്തം പുരണ്ട വസ്ത്രമായ ഡ്രസ്സ് മാറ്റണം. ഇൻഫെക്ഷൻ ആകുവാൻ സാധ്യതയുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ത്രിലോകിനെ നോക്കിക്കൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി പോയതും ത്രിലോക് ശിവയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ശിവ അവന് വേണ്ടിയുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ഓടി. ഐസിയുവിന്റെ അകത്തേക്ക് കയറുമ്പോൾ കണ്ടു വയറുകളാൽ ശരീരം മുഴുവൻ ബന്ധിക്കപ്പെട്ട തന്റെ പെണ്ണിനെ കാണുമ്പോൾ ത്രിലോകിന്റെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. മാടിത്തളർന്ന് കിടക്കുന്നവളെ കാണുന്തോറും കോരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടുവാൻ തോന്നി അവന്. നീടിൽ കുത്തിയിറക്കിയ ആ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അല്പസമയം അവിടെ ഇരുന്നു ത്രിലോക്. ഈ സമയം അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തുടയ്ക്കാൻ ശ്രമിക്കാതെ ശ്രുതിയുടെ നെറ്റിയിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് വിളിച്ചു അവൻ. ഹേ ബേബി ഗേൾ, നീ കേൾക്കുന്നുണ്ടോ എന്റെ ശബ്ദം? ഒന്നുമില്ലടാ മോളെ, ഒന്നുമില്ല. നോക്ക്, നീ ഇല്ലാതെ ഈ ത്രിലോകിനൊരു ജീവിതമില്ല. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് പോലും. പരസ്പരം ആരാണെന്ന് പോലും അറിയാതെ നമ്മൾ പ്രണയിച്ചതാണ്. വിധിയെ തോൽപ്പിച്ച് നമ്മൾ ഒന്നായതാണ്. ഈ ജന്മവും ഇനിയുള്ള ജന്മവും. അതുകൊണ്ട് എന്നെ തനിച്ചാക്കി നീ പോകരുത്.
പുറത്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിന്നെയും കാത്ത്. നാളെ നീ കണ്ണു തുറക്കണം. ബേബി ഗേൾ, ലവ് യു. അത്രയും പറഞ്ഞ് അവളുടെ ചുണ്ടിലായി ഒന്ന് മുത്തി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ത്രിലോക് കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പുറത്തേക്കിറങ്ങി വരുന്ന ത്രിലോകിന്റെ രാക്ഷസ രൂപം കണ്ടതും ശിവ ഇരുന്നിടത്തു നിന്നും അറിയാതെ എഴുന്നേറ്റ് പോയി. ശിവ, എനിക്കറിയാം ഇത് സാധാരണ ഒരു ആക്സിഡന്റ് അല്ല എന്ന്. കണ്ടുപിടിക്കണം ആരായാലും. മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ത്രിലോകിന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ശിവയൊന്ന് ഭയന്നു. അറിയാടാ, നീ ടെൻഷനാകണ്ട, ഞാൻ നോക്കട്ടെ എന്താ സംഭവിച്ചതെന്ന്. കണ്ടുപിടിക്കണം. അത്രയും പറഞ്ഞ് ശിവ മുന്നോട്ട് നടന്നതും ത്രിലോക് അവനെ പിറകിൽ നിന്നും വിളിച്ചു. ശിവ, എന്താടാ? മാളവികയും ഭൈരവും എവിടെയുണ്ടെന്ന് ട്രാക്ക് ചെയ്യണം. നാട്ടിലെങ്ങാനും അവരുണ്ട് എന്ന് നിനക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ പൊക്കണം രണ്ടിനെ, എത്രയും പെട്ടെന്ന്. മാളവിക? അവളുടെ മുഖം ഓർമ്മ വന്നതും ശിവയുടെ മുഖം വല്ലാതെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളെങ്ങാനുമാണ് ഇതിന്റെ പിന്നിലെങ്കിൽ പിന്നെ അവൾ പുറലോകം കാണില്ല. അത്രയും പറഞ്ഞ് ശിവ ത്രിലോകിനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. മാളവിക, ഭൈരവ്, എന്റെ ശ്രുതിയുടെ അവസ്ഥയ്ക്ക് പിന്നിൽ നിങ്ങളാണെങ്കിൽ എന്റെ പെണ്ണിന്റെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞ ഓരോ രക്തത്തുള്ളിക്കും നിങ്ങളെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും. പറയുന്നത് ത്രിലോക് മഹേശ്വറാണ്. ഓർത്തുവെച്ചു നിങ്ങൾ രണ്ടുപേരും. പകയിരുന്ന കണ്ണുകളോടെ ഐസുവിന്റെ മുന്നിലിരിക്കുമ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള അവരുടെ ദിനങ്ങളെക്കുറിച്ച് ത്രിലോകിന് ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു. മാളവിക നന്നായി ഒന്ന് ഒരുങ്ങി ഇറങ്ങി വരുന്നതാണ് അനി കാണുന്നത്. നീ ഇതെവിടേക്കാ മാളു? അത് പിന്നെ ഏട്ടാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എന്റെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ചിലത് കഴിഞ്ഞു പോയി. ഈ പട്ടിക്കാട് കിട്ടുമോ എന്നറിയില്ല, എന്നാലും ഒന്ന് അന്വേഷിച്ചിറങ്ങട്ടെ. സൂക്ഷിച്ചു പോണം. ത്രിലോകിന്റെയും ശിവയുടെയും കണ്ണിപ്പെടരുത്. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിയുടെ ആക്സിഡന്റിന് പിന്നിൽ നമ്മളാണെന്നുള്ള സംശയം പെട്ടെന്ന് വരുവാൻ സാധ്യതയുണ്ട്. കൂടാതെ ആ സംശയം ബലപ്പെട്ട് നമ്മളാണ് ഇതിനെല്ലാം കാരണക്കാർ എന്ന് മനസ്സിലാക്കുവാൻ അധിക നേരം വേണ്ട. സോ ബി കെയർഫുൾ. ഓക്കെ ഏട്ടാ, എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം വന്നോളാം. അധികം ദൂരത്തേക്കൊന്നും പോകുന്നില്ല. ബൈ. അനിയോട് യാത്ര പറഞ്ഞ മാളവിക തന്റെ കാറിൽ കയറി യാത്രയായി. ടൗണിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും മുന്നിൽ അവളുടെ കാർ വന്ന് നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ മാളവിക ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം അവളെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് ഒരു വൈറ്റ് ഇന്നോവ കാർ മാളവികയുടെ കാറിന് തൊട്ട് പിറകിലായി തന്നെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. പക്ഷെ മാളവിക അത് ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം. ഈ സമയം ഹോസ്പിറ്റലിന്റെ ഐസിയുവിന്റെ മുന്നിലിരിക്കുന്ന ശിവയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് വായിച്ചു കഴിഞ്ഞതും ശിവയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൻ തന്റെ തൊട്ടടുത്തായി ഇരിക്കുന്ന ത്രിലോകിനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ മെസ്സേജിലേക്ക് ഒരു റിപ്ലൈ കൊടുത്തു. എന്നിട്ട് പതിയെ എഴുന്നേറ്റ് നിന്ന് ത്രിലോകിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവനോട് പറഞ്ഞു, ത്രിലോക്, നീ സംശയിച്ചത് ശരിയാണ്. ശ്രുതിയുടെ ആക്സിഡന്റിന് പിറകിൽ മാളവികയാണ്. അവളിപ്പോൾ ഇവിടെ ഈ നാട്ടിലുണ്ട്. ആ ഭൈരവം കൂടെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ ഇപ്പോൾ മാളവികയെ മാത്രമേ ട്രേസ് ചെയ്യുവാൻ സാധിച്ചുള്ളൂ. ഞാൻ അവളുടെ മൊബൈൽ നമ്പർ നമ്മുടെ സുഹൃത്തായ സബർ സെല്ലിലുള്ള ആൽബർട്ടിന് കൊടുത്തിരുന്നു. അവന്റെ ഹെൽപ്പ് വഴി ആ മോളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആൾക്കാർ അവളുടെ പിറകെ തന്നെയുണ്ട്. ശിവ ത്രിലോകിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത്രയും നേരം ഐസുവിന്റെ ഡോറിന് മുന്നിലേക്ക് നോക്കി നിന്നിരുന്ന ത്രിലോകിന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുവാൻ അധികം നേരം വേണ്ടി വന്നില്ല. ശിവ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുന്തോറും അവന്റെ നീല ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് എടുത്തു പൊന്തുന്നുണ്ടായിരുന്നു. ശിവ, എന്റെ പെണ്ണ് അനുഭവിച്ച മരണവേദന അവളും അറിയണം. ഇത്രയും കാലം ഞാൻ അവളെ വിട്ടുവെച്ചതായിരുന്നു. സത്യത്തിൽ അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇനിയും ഞാൻ അവളോട് ക്ഷമിച്ചാൽ എന്റെ ശ്രുതിയെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. എന്റെ ശ്രുതി ആ ഐസിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാളവിക അതിനകത്തായിരിക്കണം. നീ അവരോട് അവളെ പൊക്കാൻ പറ. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഓക്കേടാ. അത്രയും പറഞ്ഞ് ശിവ നേരത്തെ മെസ്സേജ് അയച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ച് കാര്യങ്ങളെല്ലാം വിശദമായി അവരോട് പറഞ്ഞു. സർ, ഞങ്ങൾ നല്ലൊരു അവസരം നോക്കി അവളെ അങ്ങ് പൊക്കിക്കോളാം. എന്തായാലും ആളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ വിളിക്കാം. സൂക്ഷിക്കണം. നിങ്ങൾ കരുതുന്ന പോലെ ഒരു സാധാരണ പെണ്ണല്ല അവൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടും വയ്ക്കുവാൻ. ശിവ അവർക്ക് ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു കൊടുത്തു. ഇവളെക്കാളും എത്രയോ വലിയ മുതലകളെ പോലും ഞങ്ങൾ പൂട്ടിയിട്ടുണ്ട് സാറേ. പിന്നെയല്ലേ ഈ നരന്ത് പോലത്തെ പെണ്ണ്. എന്തായാലും സാർ, ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നത് നന്നായി. എങ്ങാനും ചാടിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ മുന്നൊരുക്കങ്ങൾ എടുക്കണമല്ലോ. ഓക്കെ സ്റ്റീഫ, കാര്യം കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കേ. അത്രയും പറഞ്ഞ് ശിവ ഫോൺ കട്ട് ചെയ്തു. ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് മാളവിക തന്റെ കാറിൽ യാത്ര തിരിച്ചു. അല്പം മുന്നോട്ടേക്ക് പുറപ്പെട്ടപ്പോഴേക്കും തന്നെ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. നാശം പിടിക്കാൻ ഇപ്പൊ മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. ഇരുണ്ടുകൂടി ആകാശത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അല്പം മുഷിച്ചിലോടെ മാളവിക സ്വയം പറഞ്ഞു. ഇപ്പോൾ അവൾ പോകുന്നത് അധികം ആൾക്കാരില്ലാത്ത വിജനമായ റോഡിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിലാണ് മാളവിക കാർ ഓടിക്കുന്നത്. പെട്ടെന്നാണ് അവളുടെ കാറിന് മുന്നിലേക്ക് മറ്റൊരു കാർ വന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തിയത്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ മാളവിക പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചവിട്ടി കാർ നിർത്തിക്കൊണ്ട് മുന്നോട്ട് നോക്കിയതും കാറിൽ നിന്ന് ഇറങ്ങിയ ഗുണ്ടകളെന്ന് തോന്നിക്കുന്നവർ ഓടി വന്ന് അവളെ പിടിച്ച് വലിച്ച് പുറത്തിറക്കി അവരുടെ കാറിൽ കയറ്റിയിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. മാളവികയ്ക്ക് സ്വഭാവത്തിലേക്ക് വരാൻ അല്പസമയം വേണ്ടി വന്നു. വിടാനല്ലേ പറഞ്ഞത്?
നിങ്ങൾ ആരാ? വിടാനല്ലേ പറഞ്ഞത്? അവൾ കാറി കിടന്ന് ഒന്ന് കുതറി. അടങ്ങി ഇരിക്കടി അവിടെ. കൂട്ടത്തിലെ തലവനായ സ്റ്റീഫൻ അവളുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചുകൊണ്ട് ചീറിക്കൊണ്ട് മാളവികയോട് പറഞ്ഞു. എടാ, നീ എന്നെ തല്ലിയല്ലേ? നിനക്ക് ശരിക്കും അറിയില്ല ഈ മാളവിക ആരാണെന്ന്. മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിടുന്നതാണ് നിനക്ക് നല്ലത്. ഓ, ഈ നാശത്തിന്റെ വായ അല്പസമയം മൂടിവെക്കാൻ എന്താ വഴി എന്റെ കർത്താവേ? സ്റ്റീഫൻ ആരോടെന്നില്ലാതെ പറഞ്ഞതും സ്റ്റീഫന്റെ വലങ്കയായ ക്ലീറ്റസ് പുറകിൽ നിന്ന് ഒരു സ്പ്രേ എടുത്ത് മാളവികയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ അടിയായിരുന്നു. സ്പ്രേ അടിച്ചതും മാളവിക ബോധം മറിഞ്ഞ് നേരെ സീറ്റിലേക്ക് ചാഞ്ഞു വീണു പോയി. എടാ ക്ലീറ്റസേ, ഈ ബുദ്ധി നിനക്ക് നേരത്തെ തോന്നിയില്ലല്ലോടാ? ബോധം മറിഞ്ഞു കിടക്കുന്ന മാളവികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സ്റ്റീഫൻ ചോദിച്ചു. അത് പിന്നെ ഈ ചായ, ആ ശിവ എന്ന് പറയുന്ന സാർ ഇവളെക്കുറിച്ചൊരു ഏകദേശ രൂപം പറഞ്ഞിരുന്നെങ്കിലും ഇവൾ ഇത്രയും ഡേഞ്ചർ ആണെന്ന് ഞാൻ കരുതിയില്ല. സാധാരണ നമ്മളൊക്കെ പൊക്കിക്കൊണ്ടുവരുന്ന പെൺകുട്ടികൾ അലറി കരയുകയാണ് ചെയ്യുക. ഇതൊരുമാതിരി ചീറുകയല്ലായിരുന്നു രാക്ഷസി. ക്ലീറ്റസ് ബോധം മറിഞ്ഞു കിടക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് സ്റ്റീഫനോടായി പറഞ്ഞു.